ഹായ് ഗൈസ്, എല്ലാവർക്കും ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറേ നാളായിട്ട് ആഗ്രഹിച്ച് പോകാനിരിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ക്വീൻ എലിസബത്തിൻ്റെ ഒരു ഷിപ്പിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത്. ഒരു ട്രാവൽ വ്ളോഗും കൂടെയാണ്, കാരണം കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ട്രാവലിന് പോകുന്നത്. സ്ഥലം വരുന്നത് ബർദുബായിലാണ്. ബർദുബായിലെ മീന റാഷിദ് പോർട്ടിലാണ് ഈ ഷിപ്പ് ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നത്. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി. ചെക്ക് ഇൻ ടൈം 3 മണിക്കാണെങ്കിൽ നമ്മൾ നേരത്തെ ഒരു 2 മണിയായപ്പോൾ തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. റിസപ്ഷനിലേക്ക് കയറി കഴിയുമ്പോൾ ആദ്യമേ തന്നെ നമ്മൾ കാണുന്നത് ഈ ഷിപ്പിൻ്റെ ഫസ്റ്റ് ക്യാപ്റ്റൻ്റെ ആക്ച്വൽ ക്യാപ്പാണ് ഇരിക്കുന്നത്. അതുമാത്രമല്ല, ഈ കുണാഡ് ലൈനേഴ്സ് ഇറക്കിയ എല്ലാ ഷിപ്സിൻ്റെ ഒരു പോർട്രേറ്റും അവിടെ വെച്ചിട്ടുണ്ട്. പലതരം ഷിപ്സിൻ്റെ മോഡൽസും മറ്റ് കൺട്രീസ് തന്ന അച്ചീവ്മെൻറ്റ്സും ആ ഷിപ്പിൻ്റെ കുറേ ഹിസ്റ്ററിയുമാണ് ആ റിസപ്ഷൻ ചുറ്റും നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ നേരത്തെ വന്നെങ്കിലും ചെക്ക് ഇൻ കുറച്ച് ഡിലേ ആയിരുന്നു. പക്ഷെ നമ്മൾ അവിടെ നിന്ന് ഫ്രീ ഡ്രിങ്ക്സ് എല്ലാവർക്കും കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത് കുടിച്ചു. ആ ഷിപ്പിൽ നിന്ന് ഇറക്കി വെച്ച ടർബൈൻസ് ആണ് ഈ കാണുന്നതെല്ലാം. കുറച്ചു നേരം നമ്മൾ ഷിപ്പിൻ്റെ പുറത്തൂടെ എല്ലാം ഒന്ന് കറങ്ങി നടന്നിട്ടാണ് അകത്ത് കയറി വന്നത്. പല രാജ്യങ്ങളിലും പല ഓഷ്യൻസും കവർ ചെയ്താണ് ഈ ഷിപ്പ് യാത്ര ചെയ്ത് ഈ ദുബായ് വന്ന് കിടക്കുന്നത്. കുറേ അച്ചീവ്മെന്റ്സും പല കൺട്രീസിന്റെ റെക്കഗ്നീഷനും ക്വീൻ എലിസബത്ത് II കിട്ടിയിട്ടുണ്ട്. ഈ ഒരു മോഡലിലെ പിക്ചർ എടുത്തുകൊണ്ടാണ് നമ്മൾ ഷിപ്പിൻ്റെ അകത്ത് കയറിയത്. ഷിപ്പിനകത്തുള്ള റെസ്റ്റോറൻറ്റ്സ്, റൂംസ് എല്ലാം എവിടെയാണെന്നുള്ള ലൊക്കേഷൻ ഇതിനകത്ത് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കറങ്ങി ഇറങ്ങുന്നതിന് ശേഷം നമ്മുടെ കീ ഇനി കിട്ടി. ഇനി നമുക്ക് റൂമിലോട്ട് പോകാം. നമ്മൾ നേരത്തെ വന്നുകൊണ്ട് നമുക്ക് ഈ ക്യൂവിലൊന്നും നിൽക്കേണ്ടി വന്നില്ല. ഈ ഷിപ്പിലോട്ട് കയറാൻ വേണ്ടി ഗ്രൗണ്ടിൽ 3 എൻട്രൻസസ് ആണ് ഉള്ളത്. അതുമാത്രമല്ല, നമുക്ക് ഈ ലിഫ്റ്റ് കയറി മേളിൽ ഒരു എൻട്രൻസിൽ കൂടെ അകത്തോട്ട് കയറാവുന്നതാണ്. ഈ ഷിപ്പിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു 4000 ആൾക്കാരെ കൊള്ളാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അത്രയും വലിയൊരു ഷിപ്പ് തന്നെയാണ്. നമ്മൾ 5th ഡെക്കിൽ നിന്നാണ് അകത്തോട്ട് കയറുന്നത്. 4th ഡെക്കിൽ നമ്മുടെ റൂമാണ്.
അങ്ങനെ നമ്മൾ ലിഫ്റ്റിൽ കയറി റൂമിലും കൂടെ എത്തിയിട്ടുണ്ട്. ഒരു വലിയ റൂം തന്നെയാണ്, വലിയൊരു ബാത്റൂം ഉണ്ട്. നമ്മളൊരു സുപ്പീരിയർ ഡബിൾ ബെഡ്റൂമാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ ഒരു എക്സ്ട്രാ ബെഡും കൂടെ പറഞ്ഞപ്പോൾ അവരൊരു എക്സ്ട്രാ ബെഡും കൂടെ കൊണ്ടിട്ടു. അങ്ങനെ നല്ല അവൈലബിൾ സ്പേസ് നമുക്ക് ആ റൂമിൽ കിട്ടി. എന്നെ ഏറ്റവും സർപ്രൈസ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹോട്ടലിലെ TV വരെ മലയാളം ചാനൽസ് പ്ലേ ചെയ്യുന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ പെട്ടിയെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ഈ ഷിപ്പ് മൊത്തം ഒന്ന് കാണാൻ പോവാണ്. ആ സമയം കൊണ്ട് ഞാൻ ഈ ഷിപ്പിൻ്റെ ഹിസ്റ്ററി അങ്ങ് പറഞ്ഞേക്കാം. ബ്രിട്ടീഷ് കപ്പൽ കമ്പനിയായ കുണാർഡ് ലൈൻ എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ് ഈ ഷിപ്പ് നിർമ്മിച്ചത് 1967. അന്നത്തെ കാലത്ത് ലോകത്തിലെ ഏറ്റവും മികച്ച യാത്രാ കപ്പലിൽ ഒന്നായിരുന്നു ഈ QE2 എന്ന് പറഞ്ഞാൽ. തുടങ്ങിയ സമയത്ത് ഇതൊരു ട്രാൻസ് അറ്റ്ലാന്റിക് ഓഷ്യൻ ലൈനർ ആയിരുന്നു. ബ്രിട്ടനിലെ സൗത്ത് ഹാംപ്ടണിൽ നിന്ന് അമേരിക്കയിലെ ന്യൂയോർക്കിൻ്റെ ഇടയിലൂടെ യാത്ര ചെയ്യുന്നതായിരുന്നു ഇതിൻ്റെ മെയിൻ ജോലി. ഒരു മിനിറ്റ്, ഇത് ഒരു സ്മോൾ തിയേറ്ററാണ് ഈ ഷിപ്പിനകത്തുള്ളത്. ഈ ഷിപ്പിനെ പറ്റിയുള്ള ഹിസ്റ്ററിയും ഈ ഷിപ്പ് തുടങ്ങിയ കാലത്തുള്ള വീഡിയോസ് അങ്ങനത്തെ എല്ലാ ഡോക്യുമെൻ്ററീസും നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ മൂവി തിയേറ്ററാണിത്. ഫ്ലൈറ്റ്സ് ഒക്കെ ഇറങ്ങിയ സമയത്ത് QEക്ക് ഒരു വൻ നഷ്ടം തന്നെയാണ് ഉണ്ടായത്. പക്ഷേ എന്നാൽ പോലും അതൊരു ആഡംബര ക്രൂയിസ് കപ്പലായിട്ട് ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിന്ന് കേട്ടോ. QE ഹീറോയാടാ, ഹീറോ. 1982 നടന്ന ഫോക്ലൻഡ്സ് വാറിൽ QE2 ഒരു പ്രധാന പങ്ക് തന്നെ വഹിച്ചിരുന്നു. ബ്രിട്ടീഷ് സോൾജേഴ്സിനെ അറ്റ്ലാന്റിക് ഓഷ്യന് അപ്പുറം കടക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു ഷിപ്പ് തന്നെയാണ് QE. ഒരു ആഡംബര കപ്പലായതിനു ശേഷം QE ലോകം മൊത്തം കറങ്ങുന്ന ഒരു ക്രൂയിസ് ഷിപ്പായിട്ട് മാറി. അങ്ങനെ നീണ്ട 40 വർഷത്തെ സർവീസിന് ശേഷം 2008 QE റിട്ടയർ ചെയ്തു. ഈ ക്വീൻ എലിസബത്തിന്റെ പോർട്രേറ്റിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? കുണാർഡ് ലൈനേഴ്സ് കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന സമയത്ത് ഇവർക്ക് ഈ പോർട്രേറ്റ് പണയം വെക്കേണ്ടി വന്നു. പിന്നെ തെങ്ങൻ തോപ്പിന്റെ മേളിൽ കയറാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവരത് പണയത്തിൽ നിന്ന് തിരിച്ചെടുക്കുകയും ചെയ്തു. ഇതാണ് ക്വീൻസ് ഗ്രില്ല്. ഒരു പ്രൈവറ്റ് ഡൈനിങ് ഏരിയ ആണ്. നമുക്ക് പ്രൈവറ്റ് ഇവന്റ്സും എന്തെങ്കിലും നടത്തണമെങ്കിൽ നമുക്ക് ഈ ഗ്രില്ലിൽ വെച്ച് നടത്താം. കുറച്ചൊക്കെ കണ്ടു, മൊത്തം കണ്ടു. അപ്പം നമ്മൾ ഇനി ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം ഫുഡ് കളക്ട് ചെയ്യാൻ വേണ്ടി റിസപ്ഷനിൽ പോകണം. ആരും കൊണ്ട് വരത്തില്ല. കളക്ട് ചെയ്യാനായിട്ട് റിസപ്ഷനിൽ പോവാണ്. നീ ഫുഡ് മേടിച്ച് റൂമിൽ ഫുഡ് വന്നു. മട്ടൻ ബിരിയാണി. അങ്ങനെ വയറ് നിറയെ ഫുഡും കഴിച്ചിട്ട് നമ്മളിപ്പോൾ കാണാൻ വേണ്ടി ഒന്നും കൂടെ ഇറങ്ങിയേക്കുവാണ്. ഇതിവിടുത്തെ പഴയ ഒരു ബാറാണ്. പഴയ വിസ്കിയൊക്കെ ഇപ്പോഴും ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. ഇതൊരു ഫോട്ടോ വോളാണ്. ക്വീൻ എലിസബത്തും അതുപോലെ ലെവലിലുള്ള പല ആൾക്കാരും വന്ന് ഷിപ്പ് വിസിറ്റ് ചെയ്തു എന്നുള്ളത് കാണിക്കാനുള്ള പഴയ ഫോട്ടോസ് വരെ ഈ വോളിൽ ഹാങ് ചെയ്തിട്ടുണ്ട്. But the question still remains. ഇതെങ്ങനെ ബ്രിട്ടനിൽ നിന്ന് ദുബായിലേക്ക് വന്നു? ബ്രിട്ടനിലെ സൗത്ത് ഹാംപ്ടൺ പോർട്ടിൽ നിന്ന് ദുബായിലെ മീന റാഷിദ് പോർട്ടിലേക്ക് 26 നവംബർ 2008 ഈ ഷിപ്പിനെ കൊണ്ടുവന്നു. ദുബായ് വേൾഡ് എന്ന് പറഞ്ഞ കമ്പനി കുണാർഡ് ലൈൻസിൽ നിന്ന് ഈ ഷിപ്പിനെ മേടിച്ച് ലേറ്റർ അതിനെ ഒരു ഫ്ലോട്ടിംഗ് ഹോട്ടലാക്കി മാറ്റി. ഈ ഷിപ്പിൻ്റെ ഹിസ്റ്ററി മൊത്തം പറയുന്ന ഒരു ഹിസ്റ്ററി വാൾ എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലത്തെ ഒരു പ്ലേസിലാണ് നമ്മൾ വന്നത്. ഗാംബ്ലിങ് ഇന്നും ഇന്നലെയൊന്നും അല്ലല്ലോ തുടങ്ങിയത്. അന്തക്കാലത്തും ഉണ്ടായിരുന്നു.
അങ്ങനെ ഒരു കസീനോയും ഉണ്ട് ഇവിടെ. ഇത് ഇവിടുത്തെ ഡെക്കിലെ ഏറ്റവും ഫ്രണ്ടിലുള്ള ഒരു ബാറാണ് ക്രിസ്റ്റൽ ബാർ. ഇറങ്ങിത്തിരിഞ്ഞ് നമ്മൾ വന്നിരിക്കുന്നത് ലിഡോ റെസ്റ്റോറൻറ്റിലാണ്. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ്, ആഫ്റ്റർനൂൺ ടീ, ഡിന്നർ അങ്ങനെ എല്ലാ ടൈപ്പ് ഫുഡും അവൈലബിൾ ആണ്. നമ്മൾ ഡിന്നർ ടൈമിലാണ് വന്നത്. കിങ് ഫിലിപ്പിൻ്റെയും ക്വീൻ എലിസബത്തിൻ്റെയും ഈ അടിപൊളി ഒരു പോർട്രേറ്റ് കണ്ട് നടന്നു പോകുമ്പോഴത്തേക്കും ഇങ്ങനൊരു സീറ്റിംഗ് ഏരിയയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഷിപ്പിൽ ഇല്ലാത്തതായിട്ടൊന്നും ഇല്ലയെന്ന് പറയുന്നതാണ് അതിൻ്റെ സത്യം. ഒരു സലൂണും സ്പായും വരെയുണ്ട്. ഇങ്ങനെ നമ്മൾ ഈ റോൾസ് റോയ്സിൻ്റെ അടുത്ത് വരുമ്പോൾ എല്ലാവരും വിചാരിക്കും ക്വീൻ എലിസബത്ത് സെക്കൻഡിൻ്റെ റോൾസ് റോയ്സ് ആണെന്ന്. അല്ല, ദുബായിലെ ഈ ഹോട്ടൽ ഓൺ ചെയ്യുന്ന കമ്പനി തന്നെ കൊണ്ടിട്ട് റോൾസ് റോയ്സ് ആണിത്. 60 കാർസിനെ കയറ്റാനുള്ള കപ്പാസിറ്റി ഉള്ള ഷിപ്പാണ്. ഒരു റിവോൾവിംഗ് എലവേറ്ററാണ് ഈ കാറ് കിടക്കുന്നത്. എല്ലാം കഴിഞ്ഞ് അടുത്ത ദിവസമായി. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാം. ഇന്ന് ബൊഫേ ആണ് കേട്ടോ. എല്ലാ ടൈപ്സ് ഓഫ് ഫുഡും ഈ ബൊഫേയിൽ അവൈലബിൾ ആണ്. ഇന്ത്യൻ ഫുഡ്, കോണ്ടിനെൻ്റൽ ഫുഡ്, അത് മാത്രമല്ല അടിപൊളി ഡ്രിങ്ക്സ്, കോഫി, ടീ അങ്ങനെ എല്ലാം അവൈലബിൾ ആണ്. ഓരോ ഫ്രൂട്ടും ഓരോ വെജിറ്റബിളും കട്ട് ചെയ്തിരിക്കുന്നത് ഓരോ പ്രിസിഷനിലാണ്. ഭയങ്കര കളർഫുള്ളായിട്ടാണ് എല്ലാം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒട്ടും ഒന്നും കഴിക്കാത്തവർ തന്നെ അറിയാതെ കഴിച്ചു പോകും.
അതുകൊണ്ട് തന്നെ ഓരോ ഫുഡ് ഇങ്ങനെ എടുത്ത് ഓരോന്ന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ എല്ലാം കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോകുമെന്ന് ഉറപ്പിച്ചാണ് നമ്മൾ വന്നത്. അങ്ങനെ കുറേ നേരം ഇരുന്ന് കുറേ ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളിനിയും പോകുന്നത് പൂളിലേക്കാണ്. ഇവിടുത്തെ പൂളെന്ന് പറഞ്ഞാൽ 7th ഡെക്കിലാണ്, അതായത് ഏറ്റവും താഴത്തെ ഫ്ലോറിലാണ് പൂള് വരുന്നത്. പൂളിൽ കയറി ഇറങ്ങിയിട്ട് നമുക്ക് നേരെ ചെക്കൗട്ടായിരുന്നു. ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.